ആത്മാവിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഓരോ ദിനവും ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുടെയും ആത്മനിറവിൻ്റെയും ദിനങ്ങളാണ്. ഭയഭക്തി ആദരവോടെ ആത്മീയമായ ഒരുക്കത്തോടെ വിശുദ്ധവാര ശുശ്രൂഷകളിലേക്ക്, പെസഹായുടെയും ദുഃഖവെള്ളിയുടെയും ദുഃഖശനിയുടെയും നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാന തിരുനാളിൻ്റെ എല്ലാം ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് കൃപയുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 51-ാം സങ്കീർത്തനം 12-ാം വചനത്തിൽ സങ്കീർത്തകനായ ദാവീദ് ഹൃദയ തകർച്ചയോടെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി ഏറ്റുപറയുകയാണ്, അങ്ങയുടെ രക്ഷയുടെ ആനന്ദം വീണ്ടും എനിക്കു നൽകണമേ. ജോയ് ഓഫ് സാൽവേഷൻ. കർത്താവേ, എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ രക്ഷയുടെ ആനന്ദം എനിക്ക് വീണ്ടും നൽകണമേ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. പാപം നമ്മുടെ ജീവിതത്തിലുള്ള ആത്മാവിന്റെ ആനന്ദത്തെ കെടുത്തിക്കളയും. പാപവും അശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി നിറയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം അസ്വസ്ഥവും ദുരിതവും വേദനാജനകവുമായിട്ട് മാറുകയാണ്. സ്വന്തം ജീവിതത്തിൽ ദാവീദ് ഇത് തിരിച്ചറിഞ്ഞു. ദാവീദ് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയി. എനിക്ക് നഷ്ടപ്പെട്ടു പോയ രക്ഷയുടെ ആനന്ദം അവിടുന്ന് വീണ്ടും നൽകണമേ. വിശുദ്ധ വാരത്തിൽ ആയിരിക്കുന്ന നമ്മെ കർത്താവ് ആത്മാവിന്റെ ആനന്ദം കൊണ്ട് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പൂർണ്ണമായ അനുതാപത്തോടെ നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ കറയില്ലാത്ത ചോരയാൽ നമ്മൾ കഴുകപ്പെടുവാനും കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ തേജസ്സിനാൽ നമ്മളെല്ലാം വെണ്മയുള്ളവരാകുവാൻ, നമ്മുടെ കർത്താവിന്റെ നിർമ്മലമായ വചനത്താൽ നമ്മളെല്ലാം ശുദ്ധീകരിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ എല്ലാ ഭാരങ്ങളെയും, നമ്മുടെ ഹൃദയത്തെ അലട്ടുന്ന ഒരുപാട് നൊമ്പരങ്ങളുണ്ട്, കുടുംബത്തിൻ്റെതായ വിഷയങ്ങൾ, വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിച്ചിട്ടും കഴിയാത്ത അവസ്ഥകള്, പ്രാർത്ഥിക്കാൻ തീഷ്ണതയില്ലായ്മ, ആത്മീയ കാര്യങ്ങളിലും മന്ദത, കൃപ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ, ഒരുപാട് ഇത്തരത്തിലുള്ള സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് സഹോദരങ്ങളെ. ഇതെല്ലാം കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും. ഇത് കൃപയുടെ സമയമാണ്. അനേകമായിരങ്ങളിലേക്ക് ദൈവത്തിന്റെ തീയായ ആത്മാവ് ഇറങ്ങി വരുന്ന സമയം, സ്വർഗീയ കാറ്റായി പരിശുദ്ധാത്മാവ് വീശിയടിക്കുന്ന സമയം. ഹൃദയം തുറന്ന് ആഗ്രഹിച്ച് യേശുവേ 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 വിശ്വാസത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കുക. കരങ്ങൾ വലതുകരം ഉയർത്തി പ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ആഴമേറിയ അനുതാപം നൽകണമേ, മാനസാന്തരം നൽകണമേ. ഏറ്റവും ഒരുക്കത്തോടെ വിശുദ്ധവാര ശുശ്രൂഷകളിൽ പങ്കെടുത്ത് കൃപ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവേ
പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹങ്ങളെ കഴുകി നിർമ്മലീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹങ്ങളെ കഴുകി നിർമ്മലീകരിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ദൈവവചനത്തിന്റെ ശക്തിയാൽ നന്മയുള്ളവരാക്കണമേ. ഹല്ലേലൂയ. 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 കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു നേടിത്തന്ന സൗജന്യമായ രക്ഷയിൽ വേരുറപ്പിക്കപ്പെട്ടുകൊണ്ടായിരിക്കണം ഞാനും നിങ്ങളും ഈ ലോകത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. യേശു നേടിത്തന്ന രക്ഷ അതെത്ര ഫലദായകമാണ്. കർത്താവേ, അവിടുത്തെ രക്ഷ എല്ലാ ജനപദങ്ങളും സ്വീകരിക്കുവാൻ ഇടവരുത്തണമേ. ലോക ജനതയുടെ മേൽ, ജനകോടികളുടെ മേൽ കർത്താവേ കൃപ വർഷിക്കണമേ, കരുണ ചൊരിയണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയ സൗജന്യമായ രക്ഷയാൽ ലോകം മുഴുവൻ എല്ലാ ജനപദങ്ങളും നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ആമേൻ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആ ബോധ്യത്തോടെ ചേർന്ന് പാടിക്കേ. കർത്താവായ യേശുവാണ് ഏക സത്യദൈവം. യേശുവിലാണ് നമ്മുടെ രക്ഷ. യേശുവാണ് സമഗ്ര വിമോചകൻ. കർത്താവേ, അങ്ങ് നൽകിയ സൗജന്യമായ രക്ഷയാ എല്ലാ ജനതകളും നിറയപ്പെടുവാൻ, ലോകം മുഴുവൻ നിറയപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു പാടുന്നു. മറ്റൊരുവനിലും രക്ഷയതില്ല, യേശുവിലല്ലാതെ ഏകരക്ഷകൻ അവനല്ലോ. മറ്റൊരുവനിലും രക്ഷയില്ല, ഞങ്ങൾ ഉറപ്പോടെ പ്രഖ്യാപിക്കുന്ന കർത്താവേ, യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ എല്ലാവർക്കും നിത്യമായ രക്ഷയുണ്ട്. കരങ്ങൾ ഉയർത്തിയടിച്ച്. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ല. ഈശോയേ, ജനകോടികളിലേക്ക് രക്ഷ ഒഴുകപ്പെടട്ടെ, കൃപ വ്യാപരിക്കട്ടെ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സൗജന്യമായ രക്ഷ എല്ലാ ജനതകളിലും നിറയട്ടെ, ലോകം മുഴുവൻ നിറയട്ടെ, രാജ്യങ്ങളിൽ നിറയട്ടെ, ദേശങ്ങളിൽ നിറയട്ടെ, കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, സഭാ സമൂഹങ്ങളിൽ, കൂട്ടായ്മകളിൽ പരിശുദ്ധാത്മാവേ നിറയട്ടെ. ഹല്ലേലൂയ. പവർ, 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 പവർ. സൗജന്യ രക്ഷ, സൗജന്യ രക്ഷ കർത്താവേ നൽകണമേ. ജനകോടികളിലേക്ക് രക്ഷയുടെ ശക്തി പകരണമേ, രക്ഷയുടെ അനുഭവം പകരണമേ, രക്ഷയുടെ ജീവൻ പകരണമേ. കരമുയർത്തി, സ്വരമുയർത്തി യേശു നൽകിയ സൗജന്യ രക്ഷ എല്ലാ ജനതകളും നിറയപ്പെടുവാൻ, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഈ രക്ഷ സ്വീകരിച്ചുകൊണ്ട് ഈ രക്ഷയിൽ നിരന്തരം ജീവിക്കുവാൻ കർത്താവേ കൃപ ചെയ്യണമേ. ആഗ്രഹിച്ച കരമുയർത്തി ഒരു മനസ്സോടെ വിളിക്കുന്നു, യേശുവേ, ജീവിക്കുന്ന ദൈവമേ. ആരാധന, ആരാധന, ആരാധന. കൃപ വർഷിക്കണമേ, കൃപ ഒഴിക്കണമേ. ആയിരങ്ങളിൽ, പതിനായിരങ്ങളിൽ, ജനകോടികളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സൗജന്യ രക്ഷ ഇപ്പോൾ ഈ സമയം നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപശക്തികള്, പൈശാചികാധിപത്യ ശക്തികള്, തിന്മയുടെ ശക്തികള്, അന്ധകാരാധിപത്യ ശക്തികള്, ഇരുട്ടിന്റെ ശക്തികള്, കർത്താവായ യേശുവിന്റെ തിരുച്ചോരയുടെ അനന്ത ശക്തിയാ, കർത്താവായ യേശുവിന്റെ തിരുനാമത്തിന് അനന്ത ശക്തിയാൽ ഇപ്പോൾ നിർവീര്യമാകട്ടെ. പവർ, പവർ. കർത്താവേ, കൃപ ഒഴുക്കണമേ, ഒഴുക്കണമേ, ഒഴുക്കണമേ. പതിനായിരങ്ങളിലേക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ
കർത്താവേ, ടെലിവിഷനിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ എല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൃപയുടെ കരങ്ങൾ നീട്ടിക്കൊടുക്കണമേ. ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി അവിടുന്ന് ആശീർവദിക്കണമേ. ലോർഡ് ബ്ലെസ്. അങ്ങ് ഞങ്ങൾക്കായി നേടിത്തന്ന രക്ഷയിൽ നിരന്തരം ജീവിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധമ്മ മാതാവേ, ശൗസേ പിതാവേ, കർത്താവിന്റെ സകല വിശുദ്ധരെ മലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ആത്മാവിനാൽ നവീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. നാളുകളായി പ്രാർത്ഥിച്ചും ഉപവസിച്ചും നോമ്പെടുത്തും കർത്താവിൻ്റെ ഉത്ഥാന തിരുനാളിനായി നാം എല്ലാവരും ഒരുങ്ങുകയായിരുന്നു. വിശുദ്ധ വാരത്തിലേക്ക് നമ്മളെല്ലാം പ്രവേശിച്ചു. കർത്താവിൻ്റെ പെസഹായുടെയും കർത്താവിൻ്റെ പീഡാസഹനങ്ങളും കുരിശുമരണ ഓർമ്മകൾ ആചരിക്കുന്ന ദുഃഖവെള്ളിയുടെയും നമ്മുടെ മാമുദീസ വ്രതങ്ങൾ നവീകരിക്കുന്ന ദുഃഖശനിയുടെയും പിശാചിനെയും പാപത്തെയും ലോകത്തെയും തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ ഉദ്ധാന തിരുനാൾ ഏറ്റവും മഹത്വത്തോടെ ആചരിക്കുവാൻ നാം എല്ലാവരും പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുകയാണ്. ഈ വിശുദ്ധ ദിനങ്ങളിൽ ഇന്നത്തെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന കർത്താവ് നൽകിയ രക്ഷയുടെ ഫലങ്ങളെ കുറിച്ചാണ്. കർത്താവ് സൗജന്യമായി നമുക്ക് നൽകിയ രക്ഷയുടെ ഫലങ്ങൾ. വിശുദ്ധ വാരത്തോട് ബന്ധപ്പെട്ട് ഈ വചനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തു നമുക്ക് സൗജന്യമായി നൽകിയതാണ് ഈ നിത്യമായ രക്ഷ. നമ്മൾ ആരും അതിനെ ഒരു ചെറിയ ചില്ലിക്കാശ് പോലും മുടക്കിയിട്ടില്ല. എല്ലാം കർത്താവിൻ്റെ ദാനമാണ്. കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടമായ തെളിവാണ് അവിടുന്ന് പീഡാസഹനങ്ങളിലൂടെ കുരിശുമരണത്തിലൂടെ ഉദ്ധാനത്തിലൂടെ നമുക്കായി നേടിത്തന്ന നിത്യമായ രക്ഷ. അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുന്നുണ്ട്. അങ്ങനെ ദൈവം നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കുകയാണ്. നാം പാപികളായിരിക്കെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമുക്ക് നിത്യമായ രക്ഷ നേടിത്തന്ന് നമ്മോടുള്ള സ്നേഹം കർത്താവ് വെളിപ്പെടുത്തുകയും ഇതിനേക്കാൾ വലിയ സ്നേഹം നമ്മോട് അവിടത്തേക്ക് കാണിക്കാനില്ല. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 7-ാം തിരുവചനം, നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവാകേണ്ടതിനെ പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ. എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്, നമ്മൾ പുളിപ്പില്ലാത്തവരായിരിക്കേണ്ടവരാണ്. പുളിപ്പെന്ന് ബൈബിളിൽ പറയുന്നത് പാപത്തെയാണ്, അശുദ്ധിയാണ്. നമ്മൾ കർത്താവിന്റെ പരിശുദ്ധിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് കർത്താവിന്റെ ജനം. നമ്മിലുള്ള എല്ലാ പുളിപ്പുകളെയും നീക്കം ചെയ്യുവാൻ ദൈവത്തിന്റെ വചനം
നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി, ക്രൈസ്തവർക്ക് മാത്രമല്ല ലോക ജനത മുഴുവനും വേണ്ടി, എല്ലാ ജനപദങ്ങൾക്കായി കർത്താവായ യേശു ക്രിസ്തു തന്റെ കുരിശുമരണ ഉത്ഥാനത്തിലൂടെ നിത്യമായ രക്ഷ നേടി തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം ഉറപ്പോടെ പ്രഖ്യാപിക്കുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ തിരുബലിയിലൂടെ നമുക്ക് ലഭ്യമായ രക്ഷയുടെ ഫലങ്ങൾ, ഒരുപാട് ഫലങ്ങളുണ്ട് സഹോദരങ്ങളെ. അതിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഈ വചന ശുശ്രൂഷയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വീണ്ടും അപ്പോസ്തലൻ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. എഫെസോസ്യർക്കെഴുതിയ ലേഖനം 1:7, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത വിധം ക്രിസ്തുവിൽ നമുക്ക് പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും ലഭിച്ചിരിക്കുന്നു. നമുക്ക് എന്തുമാത്രം പ്രത്യാശ നൽകുന്ന വചനമാണിത്. നമ്മൾ നിരാശപ്പെട്ട വിഷാദത്തിലെ ജീവിതത്തിൽ ചെയ്തു പോയ പാപത്തിന് വിഴുപ്പും പേറി കുറ്റബോധത്തിൽ നരകിച്ച് ദൈവം ക്ഷമിച്ചോ, എനിക്ക് പാപക്ഷമ ലഭിക്കുമോ എന്ന് ആകുലപ്പെട്ട് ആരും ജീവിക്കേണ്ട എന്ന് ഈ വചനം ഉറപ്പു തരികയാണ്. അനുതാപ ഹൃദയത്തോടെ കണ്ണുനീരൊഴുക്കി നീ കർത്താവിന്റെ തിരുമുൻപിലേക്ക് അണയുമ്പോൾ, നിന്റെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിക്കുമ്പോൾ, തന്റെ കരുണാർദ്രമായ സ്നേഹത്താൽ സകല അശുദ്ധതയിൽ നിന്നും അവിടുന്ന് നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് വെണ്മയുള്ളവരാക്കുകയാണ്. ഇതാണ് കർത്താവിന്റെ സ്നേഹം. പൗലോസ് പറയാ, കർത്താവായ ക്രിസ്തുവിൽ നമുക്ക് പാപമോചനം, സകല പാപങ്ങളിൽ നിന്നും നമുക്ക് എന്നേക്കുമായ മോചനം ലഭിച്ചിരിക്കുന്നു. എബ്രായ പുസ്തകം 10:14 വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, വിശുദ്ധീകരിക്കപ്പെട്ടവരെ ഏക ബലി സമർപ്പണം വഴി ക്രിസ്തു എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. അപ്പൊ കർത്താവായ യേശുവിന്റെ ബലിയിൽ അവിടെ നമുക്ക് നേടിത്തന്ന സൗജന്യമായ രക്ഷയിൽ നമുക്ക് വേണ്ട എല്ലാ പൂർണ്ണതയുണ്ട്, അത് ഫുൾനെസ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുമാത്രം വലിയ അനുഗ്രഹമാണ് കർത്താവ് തന്നിരിക്കുന്നത്. കർത്താവിന്റെ ബലിയിലൂടെ അവിടുന്ന് നമ്മെ എല്ലാവരെയും പരിപൂർണരാക്കിയിരിക്കുകയാണ്. പരിശുദ്ധ കുർബാനയുടെ ശക്തി, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി, കർത്താവായ യേശു നേടിത്തന്ന സൗജന്യ രക്ഷയുടെ ശക്തി, എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഇപ്പോഴും വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. ഈ വെളിപാട് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകുമ്പോൾ നമ്മൾ ആത്മശക്തിയുള്ളവരാകും. നമ്മുടെ ക്രിസ്തീയ ജീവിതം തന്നെ മാറ്റപ്പെടും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ കൃപയുടെ കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകും. നമ്മുടെ സംസാര രീതി, പ്രവർത്തന ശൈലികൾ, ഇതെല്ലാം അടിമുടി മാറ്റപ്പെടുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. കർത്താവിന്റെ ബലിയിലെ രക്ഷയിലൂടെ നമുക്ക് ലഭിച്ച 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒരുപാട് ഫലങ്ങളുണ്ട്. അത് 10 അല്ല 100 അല്ല 1000 ദിവസം പ്രസംഗിച്ചാലും തീരാത്ത, അത്രമാത്രം എണ്ണി തീർക്കാൻ പറ്റാത്ത ഫലങ്ങളാണ്, അനുഗ്രഹങ്ങളും നന്മകളുമാണ് നമുക്കെല്ലാം ലഭ്യമായിരിക്കുന്നത്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ റിസൾട്ടാണ് ഈശോ നേടിത്തന്ന രക്ഷയിൽ പിശാചിന്റെ, സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് നമുക്ക് പരിപൂർണമായ വിമോചനം കർത്താവ് തന്നിരിക്കുകയാണ്. പലപ്പോഴും നമുക്ക് ഈ സത്യം ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. നമ്മൾ ഇന്ന് അനേകർ പിശാചിനെ ഭയപ്പെട്ട് കഴിയുകയാണ്. സാത്താനെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിറയ്ക്കുകയാണ്. മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രവൃത്തികൾ, ശുദ്രവിദ്യകൾ, നമ്മൾ ഇതിനെയെല്ലാം ഓർത്ത് ഒരുപാട് അസ്വസ്ഥരും ഭയചകിതരുമാണ്. ആ ബന്ധനം, ഈ ബന്ധനം, നിറയെ ബന്ധനങ്ങള്, ഇങ്ങനെ ബന്ധനങ്ങളാൽ കെട്ടപ്പെട്ട ജീവിതങ്ങളായി ജീവിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഇങ്ങനെ ജീവിക്കാനാണോ കർത്താവായ യേശു എനിക്കും നിനക്കും വേണ്ടി മരിച്ചത്? എന്താണ് ദൈവത്തിന് നിർമ്മലമായ വചനം പഠിപ്പിക്കുന്നത്? കർത്താവായ യേശു
തന്റെ കുരിശിലെ ബലിയിലൂടെ സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും എന്നേക്കുമായി വിമോചിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി നമ്മുടെ ജീവിതത്തിൽ പിശാചിന് അധികാരമില്ല, അവകാശമില്ല. നമ്മൾ അനുവദിക്കാത്തിടത്തോളം കാലം നമ്മൾ നമ്മുടെ ജീവിതത്തെ കർത്താവിനായി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന പിന്നെ പരിശുദ്ധാത്മാവാണ്. കർത്താവായ യേശുവിന്റെ ജീവനാണ് നമ്മെ നിയന്ത്രിക്കുന്നത്, പിശാചല്ല. ഒരു ബന്ധനത്തെയും ഒരു ഗൂഢോത്രത്തെയും ഒരു മന്ത്രവാദത്തെയും ഒരു ഇരുട്ടിന്റെ ശക്തിയെയും ഒരു അന്ധകാരാധിപത്യത്തെയും ഞാനും നിങ്ങളും ഭയപ്പെടേണ്ട, അതിൽ അസ്വസ്ഥരാകേണ്ട. ഈ ജീവനുള്ള വചനത്തിൽ നീ വിശ്വസിക്കേ, ശക്തി കർത്താവ് തരും. പിശാചുണ്ട്, അതിൽ ഒരു മാറ്റവുമില്ല. സാത്താൻ ഇന്ന് പ്രബലമായി ഇന്ന് ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, സഭയിലും പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്നും ആർക്കും സംശയം വേണ്ട. എന്നാൽ നമ്മൾ ഇതൊന്നും കണ്ട് അസ്വസ്ഥരാകേണ്ട. വിജയം കർത്താവിന്റെ കരങ്ങളിലാണ്. നമ്മൾ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിച്ചാൽ ഒരു തിന്മയ്ക്കും ഒരു പിശാചിനും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. ദൈവത്തിന് ഒരു ഉറപ്പ് തരികയാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വചനം. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുവാനാണ് മനുഷ്യപുത്രനായ ക്രിസ്തു വന്നിരിക്കുന്നത്. അപ്പൊ യേശു ഈ ലോകത്തിലേക്ക് വന്നത് സാത്താന്റെ ആധിപത്യത്തെ, പിശാചിന്റെ പിടികളെ, നരകത്തിന്റെ ബന്ധനങ്ങളെ, ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ എന്നേക്കുമായി തകർത്ത് കളഞ്ഞ് മനുഷ്യ മക്കളെ നിത്യമായി രക്ഷിക്കുവാൻ, വിമോചിപ്പിക്കുവാൻ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി വരികയാണ്. പിശാചിന്റെ പ്രവർത്തികൾ നശിപ്പിക്കാൻ ഇതിനുവേണ്ടി കർത്താവ് എന്താ ചെയ്തത്? ഹെബ്രായ പുസ്തകം 2-ാം അധ്യായം 14-ഉം 15-ഉം തിരുവചനങ്ങൾ. കർത്താവ് എന്തിനാ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നത്? മനുഷ്യനായി വന്നാലേ മരിക്കാൻ സാധിക്കുള്ളൂ. ദൈവത്തിന് മരണമില്ല, ദൈവത്തിന് മരിക്കാൻ പറ്റത്തില്ല. അവൻ മരണമില്ലാത്തവനാണ്. മരണത്തിന് അധികാരമുള്ള പിശാചിനെ നശിപ്പിക്കണമെങ്കിൽ കർത്താവായ യേശു മരിക്കണമെങ്കിൽ താൻ മനുഷ്യനായി ലോകത്തിലേക്ക് വരണം. ഈ വലിയ വെളിപാടാണ് ഈ വചനം നമുക്ക് തരുന്നത്. കർത്താവായ യേശു നമ്മെ പോലെ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കായി ഈ ലോകത്തിലേക്ക് മനുഷ്യനായി വന്നു. എന്തിനു വേണ്ടി? ഇത് മരണത്തിനുമേൽ അന്ന് വരെ മരണത്തിന്റെ മേലുള്ള അധികാരം പിശാചിനായിരുന്നു. ഈ അധികാരത്തിൽ നിന്ന് അതാ 15-ാം വചനം പഠിപ്പിക്കുന്നത്. മരണത്തിനും അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്തിലൂടെ നശിപ്പിച്ചുകൊണ്ട്, ഇതാണ് യേശു ക്രിസ്തു ചെയ്തത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുരിശിൽ തന്റെ ബലിയർപ്പണത്തിലൂടെ തന്റെ ജീവിതം ഒരു ബലിയായി ദൈവപിതാവിനെ സമർപ്പിച്ചുകൊണ്ട് ഈശോ ചെയ്തത് ഈ പ്രവൃത്തിയ തന്റെ മരണത്തിലൂടെ പിശാചിനെ നശിപ്പിച്ചു. അവന്റെ ശക്തികളെ, അവന്റെ ദൂതന്മാരെ, അവന്റെ ആധിപത്യങ്ങളെ, അവന്റെ സകലവിധ തന്ത്രങ്ങളെയും കർത്താവ് തകർത്തുകളയുകയാണ്. ഹല്ലേലൂയാ. വെളിപാട് പുസ്തകം 1-8 മഹത്വപൂർണനായ കർത്താവിനെ യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. നമ്മുടെ കർത്താവ് അപ്പോസ്തലൻ യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാൻ, ജോൺ, മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. ഈ താക്കോൽ പിശാചിന്റെ കയ്യിലായിരുന്നു. എന്നാൽ തന്റെ മരണത്തിലൂടെ മരണത്തിന് മേൽ അധികാരമുണ്ടായിരുന്ന പിശാചിനെ എന്നേക്കുമായി നശിപ്പിച്ച് ഈ താക്കോൽ കർത്താവ് തിരിച്ചു പിടിക്കുകയാണ്. ഈശോ വെളിപ്പെടുത്തുകയാണ്, യോഹന്നാനെ, മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്. എത്ര പവർഫുള്ളായ വചനമാണിത്. പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് കൊളോസസ് 2:14-15 ഇതേ സത്യം വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാ. ഈ കോൺക്രീറ്റ് പോലെ അങ്ങ് ഉറപ്പിക്കുകയാണ് നമ്മെ പരിശുദ്ധാത്മാവ്. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ പഴയ നിയമപുസ്തകത്തിൽ കാണുന്ന ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ അത് തിന്നരുത്, ഇത് തിന്നരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ഇങ്ങനെ ഒരുപാട് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഈ ലിഖിത നിയമങ്ങളെയെല്ലാം നമ്മുടെ കർത്താവ് തന്റെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്ത് അവയെല്ലാം ഇല്ലാതാക്കുകയാണ്.
നമുക്ക് ആ സ്പിരിച്വൽ ഫ്രീഡം തരികയാണ്. നമുക്ക് ആ സ്പിരിച്വൽ ജോയ്, ആത്മീയ ആനന്ദം തരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, വീണ്ടും 2:15 പറയാണ്, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും, ആരുടെ ആധിപത്യം? പിശാചിന്റെ ആധിപത്യങ്ങളെ, സാത്താന്റെ അധികാരങ്ങളെ കർത്താവായ യേശു കുരിശിൽ നിരായുധമാക്കി. അവന്റെ സകല ആയുധങ്ങളെയും കർത്താവ് പിടിച്ചെടുത്തു. ഇനി അവന്റെ ഏക ആയുധം നുണയാണ്, ചതി, വഞ്ചന. യേശു നിന്നെ ഇപ്പോൾ രക്ഷിച്ചിട്ടില്ല. നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നില്ല. നിന്റെ പാപങ്ങൾക്ക് മോചനം കിട്ടത്തില്ല. നീ നിത്യ നരകത്തിലായിരിക്കും. നിനക്ക് രക്ഷയില്ല. നിന്റെ കുടുംബത്തിന് രക്ഷയില്ല. നിന്റെ മക്കളെ ഗതി പിടിക്കില്ല. നിന്റെ ജീവിതം തീർന്നു. നീ നശിച്ചു. ഇങ്ങനെയുള്ള നുണകള്, ചതിവാക്കുകള്, വഞ്ചനാത്മകമായ വാക്കുകളാൽ ഇന്ന് കോടിക്കണക്കിന് ആത്മാക്കളെ വീണ്ടും പിശാച് കബളിപ്പിച്ച് നിത്യനാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇത് എത്ര വേദനാജനകമാണ്. ഈ വെളിപാട് അവരുടെ ആത്മാവിൽ പ്രകാശിതമായിട്ടില്ല. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ഈ ലോകത്തിന് ദേവനായ പിശാചിന്റെ പിടിയിലാണ് ഇന്ന് അനേകം ആത്മാക്കള്. കർത്താവ് നേടിത്തന്ന രക്ഷ, കർത്താവ് നൽകിയ വിമോചനം, കർത്താവ് നൽകിയ സ്പിരിച്വൽ ഫ്രീഡം, കർത്താവ് നൽകിയ ആത്മാവിന്റെ ആനന്ദം, ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാതെ പാപത്തിൽ മുഴുങ്ങി അശുദ്ധിയിലും മ്ലേച്ഛതയിലും മുങ്ങിത്താന്ന് ഒരുപാട് ആത്മാക്കൾ ഇന്ന് നിത്യനാശത്തിലേക്ക് പോകുന്നു. പാപത്തിന്റെ ആധിപത്യം. നമ്മളെല്ലാം പാപികളാണ്. റോമർ 5:12 പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ പാപം മൂലം, ആദാം എന്ന് പറയുന്ന മനുഷ്യന്റെ പാപം മൂലം ലോകം മുഴുവനിലേക്കും പാപം വ്യാപരിച്ചു. അതുമൂലം മരണമുണ്ടായി. എന്നാൽ യേശു ക്രിസ്തു എന്ന നമ്മുടെ കർത്താവിന്റെ അനുസരണം മൂലം, അവന്റെ താഴ്മ മൂലം ഈ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് അവൻ തന്റെ ജനത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചു. 1 ജോൺ 5:18 പറയുന്നു, ദൈവം ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എത്ര മഹത്തരമായ കാര്യം കർത്താവ് നേടിത്തന്നിരിക്കുന്നു. നമ്മൾ പെസഹ വ്യാഴാഴ്ച ആരാധനയിലും തിരുക്കർമ്മങ്ങളൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ രക്ഷയുടെ അനുഭവം നമ്മൾ ഇന്ന് അറിയാൻ ആഗ്രഹിക്കണം. ദുഃഖവെള്ളി ശുശ്രൂഷകളിൽ ദുഃഖശരിയുടെ ഉത്ഥാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ കുറേ ആർഭാടങ്ങൾ ആഘോഷങ്ങളുമായി നമ്മൾ ഈ ശുശ്രൂഷകളിലൂടെ ലഭ്യമാകുന്ന കൃപകളെ തട്ടിത്തെറിപ്പിക്കാതെ അതിൻ്റെ ആന്തരികമായ ശക്തിയും ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിനാലും കൃപയാലും വചനത്താലും ശക്തിയാലും നിറയപ്പെടാൻ ആഗ്രഹിക്കുക. നിങ്ങൾക്ക് ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാന തിരുനാളിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുകയാണ്. പെസഹായുടെയും ദുഃഖവെള്ളിയുടെ ദുഃഖശരിയുടെ എല്ലാ നന്മകളും എല്ലാവർക്കും ലഭ്യമാകട്ടെ എന്ന് ഒന്ന് ആശംസിക്കുന്നു. ഒരു നിമിഷം സാധിക്കുന്നു എഴുന്നേറ്റ് നിന്ന് കരങ്ങളൊന്ന് കുരിശാകൃതി വിരിച്ചു പിടിച്ച് നമ്മൾ ഇപ്രകാരം കർത്താവിന്റെ കുരിശിലെ ബലിയുടെ ലഭ്യമായ ആ രക്ഷ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഏറ്റുപാടുകയാണ്. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. എല്ലാവരും ഒരുമിച്ച് ഒരിക്കൽ കൂടുന്ന പാടിക്കേ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനെ സൗജന്യമായ രക്ഷയുടെ ഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു. കർത്താവേ കൃപ ചെയ്യണം. താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കർത്താവ് നേടിത്തന്ന സൗജന്യമായ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും സ്വന്തമാക്കിക്കൊണ്ട് രക്ഷയുടെ ജീവിതം നമുക്ക് നയിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന് സകല ആവശ്യങ്ങളെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം
രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ